അച്ഛനോ കൊച്ചച്ഛനോ ചെറിയച്ഛനോ നാട്ടുകാരനോ വല്ല അച്ഛനോ ഒരു പാവം വഴിയാകെ ഇത്രക്കാരൻ ഈ കോലത്തിലാക്കല്ലേ. താങ്ക്സ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടൊന്നും വലിയ കാര്യമില്ല. അലക്കിയ പോകാത്ത തലയിലെടുത്ത് എൻ്റെത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. കുട്ടി പൊക്കോളൂ. നല്ലൊരു കൈ നമുക്ക് ശ്രുതിക്ക് കൊടുക്കാം. ശ്രുതി, ഇത് ഒരുപാടൊന്നും പറയേണ്ട കാര്യമില്ല. ബെന്നി പി നായരമ്പലം എന്ന സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ ലൈറ്റ് ഫുൾ ലൈറ്റ് ഇട്ടുള്ളൂ, ഫുൾ ലൈറ്റ് ഇട്ടു സിനിമയായിരുന്നു. ആ സിനിമ നമ്മൾ കണ്ടതിനകത്ത് ദിലീപേട്ടൻ കൂനനായിട്ട് വന്നപ്പോൾ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചു, ഒരുപാട് നമ്മളെ കരയിപ്പിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു. അപ്പോൾ എന്തായാലും കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിലെ കൂനനായിട്ട് അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സായിച്ചേട്ടൻ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രമാണെങ്കിലും ബിന്ദു പണിക്കൻ്റെ ക്യാരക്ടറാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോൾ എന്തായാലും കുഞ്ഞിക്കൂനൻ എന്ന സിനിമയിലെ കുഞ്ഞനായിട്ട് നമ്മുടെ ശ്രുതി നിങ്ങളുടെ മുന്നിട്ട് വരികയാണ്. അപ്പോൾ അത് എപ്രകാരമായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ശ്രുതിക്ക് ഒരുങ്ങാൻ വേണ്ടി നമുക്ക് കുറേ സമയം കൊടുക്കണം. ആ സമയത്തിൻ്റെ ഒരു ലാഗ് ഒഴിവാക്കാനാണ് ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂനനായിട്ട് ഇതാ ശ്രുതി നമ്മുടെ മുന്നിലേക്ക്. ശ്രുതി, ഹൃദയം നൽകിയ വിടുന്ന പെണ്ണേ കടഞ്ഞ ചന്ദനമോ തിരുമേനി വിടന്ന ചെമ്പകമോ കടഞ്ഞ ചന്ദനമോ തിരുമേനി വിടന്ന ചെമ്പകമോ. ഹലോ, താനെന്താ ചെളി മാത്രം കുത്തിക്കൊണ്ടിരിക്കുന്ന മാങ്ങ പറിക്കുന്നതിനെ കെട്ടിയോളൂ. ഈ വക വർത്താനം പറയുകയാണെങ്കിൽ ശ്രുതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മക്കളെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. கண்ணா பண்ணிக்கு தான் கூட்டமாக வரும். ஆனால் சிங்கிளை தான் வரும். நான் எப்போ வருவேன் எப்படி வருவேன்னு யாருக்கும் தெரியாது. ஆனால் வர வேண்டிய நேரத்தில் കറക്റ്റാ വരും. പക്ഷെ ഇന്ന് വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. കടാ ലേറ്റാ വന്നാ ലേറ്റസ്റ്റാ വരുവേ. നന്ദി വണക്കം. അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് വരുണിന് എന്താണ് സംഭവിച്ചെന്ന് അറിയണം തോന്നി. കാരണം ഓരോ ഫോൺ കോളുകളും ഓരോ കോളിംഗ് ബില്ലുകളുമൊക്കെ അവൻ്റെ ശബ്ദമായിട്ടാണ് ഞങ്ങളുടെ കാതിൽ വന്ന് പതിക്കുന്നത്. അതിൻ്റെ നിരാശകളും പ്രതീക്ഷകളുമൊക്കെ താങ്ങാനാകാത്തത് കൊണ്ട് ചോദിക്കുക. ഞങ്ങളിനി അവന് വേണ്ടി കാത്തിരിക്കണം. ഞങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ടാകില്ല. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. നിങ്ങൾ വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറൊരു സാധാരണക്കാരനാണ്. എൻ്റെ ഭാര്യയും മക്കളടങ്ങുന്നൊരു കൊച്ചു ലോകം, അതാണ് എൻ്റെ കുടുംബം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതൊരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കൽപ്പുള്ളൊരതിഥി. ഞങ്ങളുടെ യാചനകളൊന്നും അവ ചെവിക്കൊണ്ടില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് വെപ്രാളത്തിൽ പറ്റിപ്പോയൊരു ചെറിയ കയ്യബദ്ധം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി അതിഥി ഞങ്ങൾ മടക്കി അയച്ചു. മനഃപൂർവ്വമല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ഞങ്ങൾ തകർത്തു. കാല് പിടിച്ച് മാപ്പ് പറയണമെന്ന് ഞങ്ങളും ആഗ്രഹിച്ചു. മനസ്സിലത് 100 ആവർത്തി ചെയ്തു. അല്ലാതെ ഞങ്ങളെ കൊണ്ടാകില്ലല്ല.
എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും? അവിടെ എൻ്റെ മുന്നിൽ സ്ത്രീകൾ മാത്രമേ എന്നോട് ഓർമ്മിക്കൂ. അപ്പൊ അവിടെ ഈ നീളത്തിലൊരു വാക്കത്തിരിക്കും. അത് വെച്ചൊരു ഒറ്റ വെട്ടിപ്പൊളന്ന് 2 കഷ്ണമാക്കിയിട്ട് കുഞ്ഞിനെ എടുത്ത് നമ്മുടെ കയ്യിലോട്ട് തരും. എന്നിട്ട് ചാക്ക് തയ്ക്കുന്ന സൂചിയില്ലേ, അതിനിങ്ങനെ തയ്ച്ച് ഇങ്ങനെ ഇങ്ങോട്ട് തരും. അത്രേ ഉള്ള കാര്യം. ഈ ചാക്ക് തയ്ക്കണ സൂചിയൊക്കെ വെച്ച് തുന്നിക്കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിരിക്കില്ലേ? വൃത്തികേടാവില്ലേ? എന്നാ ഡോക്ടറോട് പറഞ്ഞാൽ മതി, എംബ്രോയിഡറി വർക്ക് ചെയ്ത് തരും കേട്ടോ. മുന്തിരി വള്ളിയൊക്കെ ഇയാൾ എവിടെ കിടന്ന് മനസ്സിലാണ്. ഇയാളൊന്ന് ടെൻഷൻ അടിക്കാതിരിക്കുക, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഡോക്ടർ വരുന്നുണ്ടല്ലേ? ഡോക്ടർ വരുന്നുണ്ട്. ആരാണ് മനോജ്? ഞാനാണ് മനോജ്. നീയാണോ മനോജ്? അത് നീ എന്നോടാണോ ചോദിക്കുന്നത്? അല്ല, ഞാൻ. നീയാണോ മനോജ്? എന്നോട് മാറുന്നേ. കണ്ണിന്റെ കാര്യം കണ്ണിന്റെ കാര്യമൊക്കെ ഞാൻ സമാധാനമാക്കി തരാം. ആരാണ് മനോജ്? ആ നിരക്ഷക്കാരനാണോ മനോജ്? മനോജ് ഞാനാണ്. അതാരാണ്? ഇത് സുരേഷാണ്. സുരേഷ്. ഞാൻ സുരേഷിനെ അന്വേഷിച്ച് തന്നെയാണ് വന്നത്. സുരേഷ്, ധൈര്യമായിട്ടിരുന്നോളൂ. നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു. സുഖപ്രസവം. താങ്ക് യു. ഡോക്ടർ വൃത്തിയോട് പറയുന്നത് എന്താണ്? ഇത് ആ കൊച്ചിന്റെ അച്ഛനാണോ ഇത്? അതെ. അതെ ആണല്ലോ. അതെ. അപ്പൊ ഡോക്ടർ എന്ത് അവകാശമാണ് ആ കൊച്ചിന്റെ കുഞ്ഞിന് പേരിലുള്ള സ്വാതന്ത്ര്യം ആ തന്തയ്ക്കല്ലേ? കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിങ്ങൾ വലിയ ഡോക്ടറാണ്, പക്ഷേ കൊച്ചിന് പേരിടാൻ ആ തന്തയ്ക്കാണ് അവകാശം. കുഞ്ഞിന് ആരാണ് കുഞ്ഞിന് പേരിട്ടത്? ആര് പേരിട്ടു? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യ പ്രസവിച്ചു ശിവപ്രസാദ് എന്ന്? ശിവപ്രസാദ് എന്നല്ല പറഞ്ഞത്. സുഭാഷിന്റെ ഭാര്യ പ്രസവിച്ചു സുഖപ്രസവം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, സുഖപ്രസവം എന്നാണ്. ഈ കുഞ്ഞിനെ മേടിച്ചോളൂ, അണ്ട് സുഭാഷിനെ കയ്യിലോട്ട് കൊടുത്തോളൂ. കുഞ്ഞ് ഭാഗ്യവാനാണ് കേട്ടോ. അല്ലയാ ആങ്കൊച്ചാണ്, ആങ്കൊച്ച്. ചേട്ടാ, ഇത് പെങ്കൊച്ച, എന്റെ വിരലേന്ന് വിട്. പെങ്കൊച്ച കൊടുത്തു. ദൈവം തന്നല്ലേ അളിയാ. ആങ്കൊച്ചായാലും എല്ലാം പെങ്കൊച്ചായാലും സന്തോഷിക്കണം കേട്ടോ. എന്താ നല്ല പ്രശ്നം? എന്താണ് സുഭാഷ്? പൊയ്ക്കോളൂ. കൊച്ചിനെ കൊണ്ട് പോയിക്കോളൂ കേട്ടോ. ഇനി ഇത് മേലിൽ ആവർത്തിക്കരുത്. ജീനയ്ക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മേലിൽ കേട്ടോ. പൊയ്ക്കോ. എന്താണ്? എന്റെ കണ്ണിന്റെ കാര്യം. എടാ, നിന്റെ കണ്ണിന്റെ കാര്യം എന്തുപോയി പറഞ്ഞു? കണ്ണിന്റെ കാര്യം ശരിയാക്കി തരാമെന്ന് പറഞ്ഞില്ലേ സാറ്? കണ്ണിന്റെ കാര്യമൊക്കെ ശരിയാക്കി തരും. ശരിയാക്കി തന്നെ. നീ പോയി ആ വാടി കിടക്കും. വാടി കിടക്കാൻ ഞാൻ എന്തോ ചേമ്പല. എടാ, അതല്ല, വാർഡിൽ പോയി കിടക്കാനാ പറഞ്ഞത്. വാർഡിലൊന്നും ശരിയാവില്ല. ഞാൻ മെമ്പറായിട്ട് ഇച്ചിരി പ്രശ്നത്തില. ഹലോ, ഇതെന്താ സംഭവിച്ചത് അറിയണ്ടേ? ഇത് കുറെ നേരമായിട്ട് പറയുന്നില്ല അവരുടെ കണ്ണിന്റെ പ്രശ്നം എന്താണ്. എന്താ ഈ കണ്ണിന്റെ എന്താ പ്രശ്നം? എന്താ വേറൊന്നുമല്ലത്. ഇയാള് ഒരാഴ്ച മുമ്പ് കണ്ണിലെ ഒരു പൊടി പോയെന്ന് പറഞ്ഞ് എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ അതിന്റെ ടെസ്റ്റ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പോ റെറ്റിനയുടെ ബാക്കിൽ കിടക്കുക. പൊടി കിടക്കുകയാണ്. ഒന്നുമില്ല, നിസ്സാര സംഭവം. അറിയാം, ഭയങ്കര റിസ്ക് ആണ്. നിസ്സാര സംഭവം ഉള്ളൂ. ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല്, ഈ ചിരട്ടന്ന് നമ്മൾ കൊപ്ര ഇങ്ങനെ ഇളക്കിയെടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഈ കണ്ണിങ്ങനെ കുഴിച്ചിങ്ങനെ എടുത്തിട്ട് ആ പൊടി കളയാനായിട്ട് ക്ലീൻ ചെയ്യണമല്ലോ. ക്ലീൻ ചെയ്യണം. ആ പൈപ്പിനടിയിൽ കൊണ്ട് ഇങ്ങനെ ഉലച്ചിട്ട് പൊടിയെല്ലാം കളഞ്ഞിട്ട് ഒന്ന് വെള്ളം തോരണമല്ലോ. അതിന് വേണ്ടിയിട്ട് ആ ജനലിന്റെ സൈഡിൽ കൊണ്ട് വെയിലത്തൊന്ന് വേണ്ടി വെച്ചതാണ്. ഏതോ മെരകെട്ട കാക്ക വന്നിട്ട് ആ കൃഷ്ണമണി കുത്തി പറഞ്ഞുകൊണ്ട് ഒറ്റ പോക്ക്. ഞാൻ 2 ഡോക്ടർമാരെ 2 നേഴ്സുമാരെ 2 അറ്റൻഡേഴ്സിനെ വിട്ടിട്ടുണ്ട്. ആ കൃഷ്ണമണി കിട്ടിക്കഴിഞ്ഞാൽ പശ മേടിച്ച് വെച്ചേക്ക് ഫെവിക്കോളൂ. അത് ഒട്ടിച്ച് കൊടുക്കാതെ ഈ വൃത്തികെട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇവരൊന്ന് മര്യാദ അനുസരിച്ചുകൊണ്ട് നിന്നാ പോലെ ഇവന്. അത് മനസ്സിലായോ? അത് പശ ഡോക്ടർ മേടിച്ച് വെച്ചിട്ടുണ്ട്. കാക്ക കണ്ണ് കൊണ്ട് തന്നു കഴിഞ്ഞാൽ അവന്റെ കണ്ണ് ഒട്ടിച്ചു തരും. കണ്ണുള്ളവനും കണ്ണില്ലാത്തവന്റെ വിഷമം മനസ്സിലാവില്ല. അതറിയാമല്ലോ. കണ്ണുള്ളതും വില പറഞ്ഞിട്ട് ഒരു സാധനവും കിട്ടുന്നില്ല. അപ്പൊ കണ്ണില്ലാത്ത നീ ഒരു സാധനം വില പറയരുത്. നിന്നെ കളിപ്പിക്കും കേട്ടല്ലോ. കേട്ടാ, അല്ല ഇപ്പൊ എന്താ നീ ഒന്ന് പോടാതെയൊന്നും മനുഷ്യനെ ഭ്രാന്ത് പിടിക്കാതെ. ഇവനൊക്കെ വെറുതെ വന്നിരിക്കുകയാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. എന്താണ് പറഞ്ഞോളൂ. ഒരാഴ്ചയായി ഭാര്യ അകത്ത് കൊണ്ടിട്ടിരിക്കുന്നത്.
ഒരാഴ്ചയായി ഭാര്യ ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ കണ്ടോ, ഞാൻ നോക്കിയാ എന്റെ ഭാര്യ എങ്ങനെയുണ്ട് ഡോക്ടർ? അതിപ്പോ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പഞ്ചായത്തിൽ പോയിട്ട് അവിടെ ഉള്ളവരോട് ചോദിക്കണമായിരുന്നു, ഭാര്യ എങ്ങനെയുണ്ട്, പ്രശ്നമുള്ള കുട്ടിയാണോ, കല്യാണം കഴിച്ചാൽ കൊള്ളാമോ എന്നൊക്കെ നേരത്തെ പോയി ചോദിക്കണമായിരുന്നു. അയ്യോ അതല്ല, പിന്നെ എന്റെ ഭാര്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. ഡോണ്ട് വറി മിസ്റ്റർ മനോജ്, നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു പുതിയ ഭാര്യയായിട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. പോരെ? എങ്ങനെ? നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ തീർത്തും പുതിയൊരു ഭാര്യയുമായിട്ടായിരിക്കും നിങ്ങൾ ഇവിടുന്ന് പോകുന്നത്. താങ്ക് യു ഡോക്ടർ. എന്തേ വിളിക്കും, ആ പുതിയ ഭാര്യയെ വിളിക്കും സാർ. പക്ഷെ ഈ വിവരം അകത്ത് കിടക്കുന്ന കരിമന്തി അറിയരുത്. കള്ള പാസ്പോർട്ട് എടുത്താണെങ്കിലും ഞങ്ങൾ എവിടെയും പോയിരിക്കും. ഇവരെന്തൊക്കെയാ പറയുന്നത്? ഇവിടെ പുതിയ ഭാര്യ എന്ന് പറഞ്ഞത് തന്റെ അകത്ത് കിടക്കുന്ന ഭാര്യ ഉണ്ടല്ലോ, പ്രസവമൊക്കെ കഴിഞ്ഞ് നല്ല മിടുക്കിയായിട്ട് പുതിയൊരു പെൺകുട്ടിയായിട്ട് പുതിയൊരു സ്ത്രീയായിട്ട് പുതിയൊരു ഭാര്യയായിട്ടായിരിക്കും തന്നെ ആ കുട്ടി ഇവിടുന്ന് കൊണ്ടു. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? അതായിരുന്നു ഉദ്ദേശിച്ചത്. പിന്നല്ലാതെ എന്തൊക്കെയാ പറയുന്നത്? എന്നെ കൊതിപ്പിച്ചു കളഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യും ഡോക്ടർ, ഒരു കാര്യം ചെയ്യും. എന്താ? വേഗം ചെന്ന് നമ്മുടെ പെയിൻ ഉണ്ടോ എന്ന് നോക്കും സാർ. പെയിൻ ഉണ്ടോ എന്ന് പറയുന്നത്? ഞാൻ ആണെന്നാ വിചാരിച്ചത് ഡോക്ടർ അകത്ത് കിടക്കുന്ന ആ പെണ്ണിനെ തന്റെ ഭാര്യയുടെ തലയിൽ പേൻ പിടിക്കാൻ വേണ്ടിട്ട് ഞാൻ എന്താ പെണ്ണിന്റെ നത്തൂന എന്താണ് ഉദ്ദേശിച്ചത്? അയ്യോ, പെയിൻ നോക്കണമെന്ന് പറഞ്ഞത് പെയിൻ നോക്കാനല്ല പറഞ്ഞത്. പെയിന് വേദന ഉണ്ടോ എന്ന് നോക്കാൻ. പെയിനും പേനൊക്കെ എനിക്കറിയാം, എന്നോട് പറയുന്ന കാര്യമില്ല കേട്ടോ. ഒരുപാട് സംസാരിക്കുന്നത് ശ്രുതിയെ എന്താണ് കരയുന്നത്? കരയാതെ കാര്യം പറയേണ്ടത്. അകത്ത് കിടക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം. നിങ്ങൾ ഇവിടെ മനസ്സിലാകേണ്ടത് ഇരിക്കണം. പേൻ ചോദിച്ചപ്പോ പേനാണെന്ന് പോലും. നീ കിടന്ന് കരയുന്നില്ലെന്ന്. ഞാൻ എന്റെ അച്ഛനെ തിരക്കി ഇറങ്ങിയതാ. 40 വയസ്സായി ഇപ്പഴാ അച്ഛനെ തിരക്കി ഇറങ്ങുന്നത്. പോയി തള്ളവിടെ വരണം. ICICI ബാങ്കൊക്കെ ഇതിന് താഴെ. അതല്ലേട്ടാ ഈ അത്യാഹിതമൊക്കെ. അത്യാഗ്രഹം വന്നവനെയൊക്കെ നരകത്തിൽ കൊണ്ടുപോയി എണ്ണക്കകത്തിട്ട് വറക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതല്ലേട്ടാ ഈ ഹോസ്പിറ്റലിലേക്ക് സീരിയസ് ആയിട്ടൊക്കെ വരില്ലേ? എന്തിനാണ് ഹോസ്പിറ്റലോട് സീരിയസ് ആയിട്ട് വരുന്നത്? ചിരിച്ചു കളിച്ച് വന്നാൽ നിന്നെ അതിന് വഴക്ക് പറയും. ചേട്ടാ അതല്ല, എന്റെ അച്ഛന് സീരിയസ് ആയിട്ട് ICUയിൽ കിടക്കുകയാണ്. ഹെലികോപ്റ്റർ ആക്സിഡന്റ് ആയിട്ട്. ഹെലികോപ്റ്റർ ആക്സിഡന്റ്? ഹെലികോപ്റ്റർ ആക്സിഡന്റ് ആയിട്ട്. നിന്റെ അച്ഛന്? 8 വീട്ടിൽ കുട്ടമ്പിളയുടെ അച്ഛനാണ്. 8 വീട്ടിൽ കുട്ടമ്പിളയുടെ അച്ഛനാണോ നീ? അല്ല, എന്റെ അച്ഛനായിട്ട് 8 വീട്ടിൽ. അച്ഛനാണ് അകത്ത് കിടക്കുന്നത്. ഹെലികോപ്റ്റർ ക്രാഷ്. അതെ അതെ. എടാ, നിന്റെ അച്ഛൻ ഒരു സൈക്കിളെ പോയ ഛർദ്ദിക്കാൻ വരുന്ന ആളല്ലേ? പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? സത്യത്തിൽ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ആക്സിഡന്റ് ഒന്നും അല്ല. പിന്നെ ചക്ക തലയിൽ വീണതാ. ചക്ക തലയിൽ വീണു? 8 വീട്ടിൽ പിള്ളേരുടെ തലയിൽ ചക്ക വീണെന്ന് പറഞ്ഞാൽ മാനം പോയില്ലേ? അതുകൊണ്ട് ഞാനത് വളച്ചൊടിച്ച് ഹെലികോപ്റ്റർ ക്രാഷ് ആക്കി കൊണ്ടുവന്നിരിക്കുക. ഫേസ്ബുക്കിൽ വിട്ടു ഞാൻ. അത് ശരി. അപ്പൊ ഹെലികോപ്റ്റർ ക്രാഷ് അല്ല, ചക്ക തലയിൽ വീണതാണ്. ഉണ്ടല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക തലയിൽ വീണതാ. ഞാൻ പിന്നെ ഇത് ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടി ഹെലികോപ്റ്റർ ക്രാഷ് ആക്കിയതാണ്. പക്ഷെ ഫേസ്ബുക്കില് ഹെലികോപ്റ്റർ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന പടം ഉണ്ടല്ലോ, അതെങ്ങനെ? സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ബിജുവിന്റെ ചായക്കടയിൽ ചിക്കൻ കരിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ചിക്കൻ ഫ്രൈ. ഞാൻ മൊബൈൽ എടുത്തിട്ട് സൂം ചെയ്തിട്ട് ഒറ്റ ക്ലിക്ക്, അപ്പൊ ഏകദേശം ഈ ചിക്കൻ ഫ്രൈ കണ്ടു കഴിഞ്ഞാൽ കാലേ ഈ ഹെലികോപ്റ്റർ കത്തിക്കരിഞ്ഞ് കിടക്കുന്ന പോലൊരു ഫീലാണ്. അതിന്റെ ഇടയിൽ എന്റെ അച്ഛന്റെ ഫോട്ടോ കൂടെ എഡിറ്റ് ചെയ്ത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടു. സത്യം പറയാലോ, 1 മണിക്കൂർ കൊണ്ട് 1500 ലൈക്ക് കിട്ടി. 1500 ലൈക്കോ? ചക്ക തല വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും പട്ടി തിരിഞ്ഞു നോക്കുമായിരുന്നു. ഒരു പട്ടിയും തിരിഞ്ഞു നോക്കത്തില്ല. ഇവിടെ എനിക്ക് ഡോക്ടർ എത്ര മണിക്കൂറായി എന്റെ അച്ഛനും ഡോക്ടർ എത്ര മണിക്കൂറായി? ഡോക്ടർ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ ഡോക്ടറെ. സപ്തമസരി തസ്കരാഹ. അതെന്തത്? അല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ നീ പറഞ്ഞു. അല്ല, അച്ഛന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് പറയണം. എന്റെ അച്ഛനാണ് ഹെലികോപ്റ്റർ ക്രാഷ് ആയിട്ട് കൊണ്ടിട്ടിരിക്കുന്നത്. ഹെലികോപ്റ്റർ ക്രാഷ് ആയിട്ട് കൊണ്ടിട്ടിരിക്കുന്നത് എന്റെ അച്ഛനാണ്. ഹെലികോപ്റ്റർ അപകടത്തിൽ വന്നിരിക്കുന്ന ആ രോഗിയുടെ മോനാണ്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ രോഗിനെ ഞാൻ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു, എങ്ങനെ നടന്നത്? ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛനാണെങ്കിൽ ഉച്ചയോട് കഴിഞ്ഞിട്ട് പുറത്തുകൂടെ ഒന്ന് ഉലത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഒലാത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. എന്റെ വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ വലിയൊരു പ്ലാവുണ്ട്. ഈ പ്ലാവിനകത്ത് നിറയെ ഹെലികോപ്റ്റർ ഇങ്ങനെ പഴുത്ത് കിടക്കായിരുന്നു. ഹെലികോപ്റ്റർ പ്ലാവിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ചുറ്റും വട്ടം വരഞ്ഞപ്പോഴത്തേക്ക് ചൂടുകൊണ്ട് പ്ലാവിന്റെ അപ്പൊ ഒരു കാക്കയുണ്ടല്ലോ, അകത്ത് ഈ പ്ലെയിന്റെ ഹെലികോപ്റ്ററിന്റെ ഞെടുപ്പിലൊരു കുത്ത്. അപ്പൊ നേരെ എന്റെ അച്ഛന്റെ തലയിലേക്ക് വന്നു. കാക്ക വന്നിട്ട് ഹെലികോപ്റ്ററിന് ഞെടുപ്പേല് കൊത്തിയോ? അതായത് ഹെലികോപ്റ്റർ ഓടിച്ചിരുന്നത്
പൈലറ്റ് മലപ്പുറത്തുള്ള കാക്കയായിരുന്നു. അത് പറ, കൃത്യമായിട്ട് പറഞ്ഞു. അതാ ഈ കാക്ക ഒന്ന് കൊത്തിയിട്ട് അച്ഛന്റെ തലയിലേക്ക് ഹെലികോപ്റ്റർ ഒന്ന് പളച്ചാന്ന് പറഞ്ഞ് വീണിട്ട് അച്ഛന് തലച്ചോറ് ഏതാ, ചക്കക്കുരു ഏതാ, ചോള ഏതാ, ചവണി ഏതാ അല്ല ഇത് ഹലോ, ഈ ചക്കക്കുരു ഈ ചവണിയൊക്കെ എങ്ങനെയാണ് ഹെലികോപ്റ്ററിന്റെ എഞ്ചിൻ ഏതാ, അതിന്റെ ലീഫ് ഏതാന്നുള്ള ഒരു സംശയം. ഓക്കെ അവസാനം ഇതെല്ലാം കൂടെ കവറിൽ പറക്കിയിട്ടിട്ടാണ് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ശ്രദ്ധിച്ചു ഒരു മറ്റേ 5 രൂപയുടെ കവറിനകത്തല്ല പിന്നെ തലച്ചോറ് കൊണ്ടുവന്ന് മത്തി മേടിച്ച കവറാന്ന് തോന്നുന്നു. ഒരു നാറ്റം ഉണ്ടായിരുന്നു അതിനകത്ത്. എങ്ങനെയെങ്കിലും എന്റെ ഡോക്ടറെ, എന്റെ അച്ഛനെ എനിക്ക് തിരിച്ചു തരണം ഡോക്ടറെ. എന്റെ അച്ഛനെ എനിക്ക് അല്ല തിരിച്ച് തന്നേക്കാം. ഞങ്ങൾക്ക് ആർക്കും വേണ്ട, കൊണ്ടുപോക്കുക വേണം. എന്റെ വീട്ടിൽ ഓർമ്മ ഇരിപ്പുണ്ട്, അതിനെ കൂടെ കൊണ്ടുപോകും. ഇങ്ങനെ കിടന്ന് കരയല്ലേ, ദൈവത്തെ ഓർത്ത് കേട്ടോ. ധൈര്യമായിട്ടിരുന്ന് ഞാൻ പോയിട്ട് റെഡിയാക്കിയിട്ട് അകത്ത് ചെന്നിട്ട് തലയോടൊക്കെ എടുത്തിട്ട് ആ പ്ലാസ്റ്റിക് കവറിനകത്തുള്ള തലച്ചോറെടുത്ത് പൊത്തി എല്ലാം റെഡിയാക്കി ഞാൻ കൊണ്ടുപോകും. ഓക്കെ, ധൈര്യമായിട്ടിരുന്നു. അല്ലാതെ ഈ അച്ഛന്റെ തലയിൽ വീണ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞില്ലേ, അത് കൂഴയാണോ വരിക്കയാണോ? കൂഴ. അതാണ് വിശാശേ, അച്ഛന്റെ തലയിൽ ചക്ക വിളക്കി പറഞ്ഞാ പോലെടാ നീ. എന്തിനാണ് മനുഷ്യൻ കൂടച്ചക്ക തലവിലുണ്ട് അച്ഛനെ കൊണ്ട്? അത് അങ്ങനെ പറയണ്ടോ ആൾക്കാർ? അതെ സ്വന്തം തന്ത മരിച്ചാലും ഫേസ്ബുക്കിൽ ഷൈൻ ചെയ്യണം. ഹെലികോപ്റ്റർ ഇപ്പൊ ചക്ക വീണിട്ട് അവൻ ഏരിയ കിടക്കരുത്. മിസ്റ്റർ മനോജ് അല്ലേ? അതെ. നിങ്ങളുടെ ഭാര്യ ഏകദേശം പ്രസവിക്കാറായിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ പ്രസവം നടക്കും. ബ്ലഡ് വേണം കേട്ടോ. ബ്രെഡ് എന്ന് ഉദ്ദേശിച്ചത് മധുരമുള്ളത് വേണോ അതോ മധുരമില്ലാത്തത് വേണോ? ഇപ്പോഴത്തെ കുട്ടികളുടെ അവിടെ കാര്യമേ, ജനിച്ച ഉടനെ ബ്രെഡ് ചോദിക്കുക. ഹലോ, ബ്ലഡ് അല്ല ഞാൻ പറഞ്ഞത്, ബ്ലഡ് ചോര വേണം. അപ്പോ ഡ്രാക്കുളയാണോ അവൾ പ്രസവിച്ചത്? ഇവിടെ അതല്ല ഞാൻ പറഞ്ഞത്. ആ പ്രസവിക്കുന്ന കുട്ടിക്ക് കൊടുക്കാനുള്ള ബ്ലഡ് ചോര വേണമെന്നത് തലേന്ന് തന്നെ വേണം. തലേന്ന് വേണം? ആ വേണം. കയ്യൊന്നും കാലൊന്നും എടുക്കാൻ പറ്റില്ല ഡോക്ടർ. ഈ ഭ്രാന്തനെ കൊണ്ട് ഞാൻ തോക്കും തോന്നുന്നുണ്ട്. ഇവിടെ തലേന്ന് വേണമെന്ന് പറഞ്ഞത് ഈ പ്രസവത്തിന്റെ തലേ ദിവസം തന്നെ വേണമെന്നാണ് പറഞ്ഞത്. തലേ ദിവസം വേണം. വെറുതെ കിടന്നിട്ട് ഓരോന്ന് പറഞ്ഞു. ഡോക്ടറെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ്? ഇന്നലെ ഞാനിവിടെ വന്നപ്പോൾ പറഞ്ഞിരുന്നു പ്രസവ ദിവസം തേനും വയമ്പും കൊണ്ടുവരുന്നു. ആ തേനും വയമ്പും വേണം. പക്ഷെ തേനും വയമ്പും ഇല്ല, 7 സ്ഥലങ്ങളുണ്ട്, 2 രവീന്ദ്ര മാഷിന്റെ. നീ ഇനി കൂടുതൽ നേരം ഇവിടെ നിന്നാലേ എന്റെ വായിന്ന് ഹരിമുരളീരവം കേൾക്കും. അതിന്റെ രവീന്ദ്ര മാഷിക്ക് അത് കഴിഞ്ഞ് എന്നെ കുറ്റം പറയുന്നു. മനസ്സിലായിരുന്നു? ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സ്വസ്ഥമായിട്ട് എനിക്ക് തിയേറ്ററിനകത്ത് ഇവിടെ പെരുമാറാൻ പറ്റുന്നില്ല. അറിയോ ഡോക്ടറെ? ഹലോ, ഇത് മനസ്സിലായത്? എവിടെയോ കണ്ടതായിട്ട് എനിക്ക് ഒന്ന് ഓർത്തോ? പെട്ടെന്ന് ഓർത്തിട്ട് പറയാൻ നീ യേശുദാസൊന്നും അല്ലല്ലോ. അല്ല, ഞാനൊന്നും ഓർത്തോ? ഓർത്തിട്ട് കേട്ടുന്നില്ല. നീ പറ. ഡോക്ടർ ട്രീറ്റ് ചെയ്ത ഭാർഗവിയമ്മയുടെ ഭാർഗവിയമ്മ ഞാൻ ഭാർഗവിയമ്മയുടെ ചെറുമോനാണ്. ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് വിട്ട ഭാർഗവിയമ്മയുടെ ചെറുമോനാണ്. ചെറുതനാണ്. ചെറുമോനാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാനിവിടെ കൈപുണ്യം. ഞാൻ പരിശോധിച്ച് ഇവിടുന്ന് ഏത് രോഗി പോയാലും അവർ വീണ്ടും എന്നെ കാണാൻ വരും, പാരിതോഷികങ്ങൾ തരും. ഇത് സ്ഥിരമാണ്. എന്റെ മോനിപ്പോ എന്താ വന്നത്? അല്ല, ഡിസ്ചാർജ് ചെയ്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞായിരുന്നു എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന്. അപ്പോ 15 ദിവസം കഴിഞ്ഞ് വരണമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? ഞാൻ പറഞ്ഞില്ലേ? ഇതാണ് പറഞ്ഞത്. 15 ദിവസം കഴിഞ്ഞ് എന്താണ് വിശേഷം? എന്താണ്? നാളെ മുത്തശ്ശിയുടെ സഞ്ചയനമാണ്. വെരി ഗുഡ്. അപ്പോ ഡോക്ടർ ഒന്ന് വീട്ടിലൊന്ന് ഈ ഇഡ്ഡലി സാമ്പാറൊക്കെ ഒന്ന് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നന്നായിരുന്നു. സഞ്ചയനം. ഡൽഹിക്കാരും വീട്ടുകാരൊക്കെ ഒന്ന് നോക്കിയിരിപ്പുണ്ട്. ഓക്കെ, ഡൽഹി സാമ്പാർ കഴിച്ചാൽ ഞാൻ വരേണ്ട കാര്യമുണ്ടോ? പോണം, പോയി കഴിക്കണം. എന്ത്? ഇനി വാ. മഹാപാവി, കൊന്ന പാപം തിന്നാ തീരുമെന്ന പോയി തിന്നച്ചു വാടാ.